അവർ സംരക്ഷിക്കേണ്ട പെണ്ണിന്റെ മാനം പോയത് കാണുമ്പോൾ ആരും ചെയ്തു പോകുന്ന തെറ്റേ അവരും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഇട്ടിട്ടാണ് ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്തത്. കോടതി ശിക്ഷിച്ചാൽ പോലും അതൊരു ചെറിയ ശിക്ഷയാവുള്ളൂ. ഞാനങ്ങനെ ചെയ്തതിന് വേറെയും കാരണങ്ങളുണ്ട്. ദേവരാജും നന്ദകുമാറും നിയമത്തിന്റെ മുമ്പിൽ തെറ്റുകാരായിരിക്കാം, പക്ഷെ നീതിയുടെ മുമ്പിൽ അവർ തെറ്റുകാരല്ല. മിക്ക കേസുകളിലും നിയമം പരിപാലിക്കപ്പെടുമ്പോഴാണ് നീതി നടപ്പാകുന്നത്. എന്നാൽ ചുരുക്കം ചില കേസുകളിൽ നിയമം ലംഘിക്കപ്പെടുമ്പോഴാണ് നീതി നടപ്പാകുന്നത്. നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് നിയമം. ഇതൊക്കെയല്ലേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച രാജനീതി. ആ രാജനീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങയ്ക്ക് സ്വന്തം മകനെ പോലും കൊല്ലേണ്ടി വന്നത്. അത്രയും നീതിമാനായ അങ്ങയെ എനിക്കെങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും? ചുവന്ന നൂലിൽ മന്ത്രക്കെട്ടുള്ള രക്ഷ ധരിക്കുന്ന ഒരാളെ എന്റെ അറിവിലുള്ളൂ. അതോടൊന്ന് എനിക്ക് തീർച്ചയായി, ഒന്നുകിൽ അങ്ങയെ അല്ലെങ്കിൽ പ്രീതുവിനെ. ഇതിലൊരാൾ എനിക്ക് നഷ്ടപ്പെടും. അത് ഒഴിവാക്കാനാവില്ല. അങ്ങയെ കുരുതി കൊടുത്തിട്ട് എനിക്ക് പ്രീതുവിനെ സ്വന്തമാക്കണ്ട. സുഭദ്രയുടെ മോൻ അത്രയ്ക്ക് നന്ദി കെട്ടവനല്ല. ഉണ്ടായത് എന്താണെന്ന് ഞാൻ പറയാം. നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും കൃഷ്ണപ്രസാദിനെ ഞാൻ എന്റെ മകനായി അംഗീകരിച്ചു കഴിഞ്ഞു. ഈ തെണ്ടിയെ തമ്പുരാനാക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. അവനെ പറ്റി ഒരു വാക്ക് നീ ഉച്ചരിക്കരുത്. അതിനുള്ള യോഗ്യത നിനക്കില്ല. ലോകത്തുള്ള എല്ലാ കൊള്ളരുതായ്മയും ചെയ്യുന്നവനാണ് നീ. അതറിഞ്ഞിട്ട് ഞാൻ ക്ഷമിക്കുന്നത് നീ എന്റെ ചോരയെ പറന്നു പോയത് കൊണ്ടാ. എന്റെ മകനെ അംഗീകരിക്കാൻ എനിക്ക് നിന്റെ സമ്മതം വേണ്ട. അങ്ങ് പോലീസിനാണോ വിളിക്കുന്നത്? അങ്ങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാവിലെ പോലീസ് വന്ന് അന്വേഷിക്കുമ്പോ മദ്യപിച്ച് സ്റ്റെപ്പിന്ന് വീണ് സംഭവിച്ചൊരു അപകടമരണമായിട്ട് കരുതൂ. വരും, അങ്ങ് വരുന്നേ. പ്രവീണിന്റെ ബോഡി വേറെ ആരോ കത്തിച്ചു നിറഞ്ഞപ്പോഴാ കൂടുതൽ ഗൗരവമുള്ള മറ്റൊരു കുറ്റകൃത്യം അവിടെ നടന്നു എനിക്ക് മനസ്സിലായത്. അവിടെയാണ് അങ്ങ് കുരുക്കിൽപ്പെട്ടത്. രജനിയെ കൊന്ന കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രവീണിന്റെ ബോഡി കൂടി കത്തിച്ചത്. പക്ഷേ അതോടെ പ്രവീണിന്റെ മരണം ഒരു അപകടമായിരുന്നു എന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ടു. പക്ഷെ എന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച പ്രശ്നം മറ്റൊന്നായിരുന്നു. അങ്ങയെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ നിരപരാധിയായ കൃഷ്ണപ്രസാദ് ശിക്ഷിക്കപ്പെടും. അതിനാൽ അങ്ങയെയും കൃഷ്ണപ്രസാദിനെയും ഒരേ സമയം എങ്ങനെ രക്ഷിക്കാം എന്നതായിരുന്നു പിന്നീട് എന്റെ ചിന്ത. തെളിവുകളിൽ കൃത്രിമം കാണിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. പക്ഷെ ഏതൊരു കുറ്റവാളിയും പിടികൂടുവാൻ ദൈവം ഒരു അടയാളം ബാക്കിയിടും. എന്റെ കാര്യത്തിലും അത് സംഭവിച്ചു. എന്റെ കൈവശം വരുന്ന പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞാണ് കൃത്രിമ തെളിവുകൾ ഞാൻ തിരികെ വെച്ചത്. ഒരു പ്ലാസ്റ്റിക് ബാഗിൽ പോലും ദൈവത്തിന്റെ വിരലടയാളം ഉണ്ടെന്ന കാര്യം ഞാൻ ഓർക്കാതെ പോയി. അങ്ങേക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. ഞാനും പ്രീതവും തമ്മിലുള്ള അടുപ്പം ഞാനായിട്ട് തന്നെ അവസാനിപ്പിച്ചു തന്നു. ഇനി കൊട്ടാരത്തിലെ മുറയും കീഴ്വഴക്കൊന്നും തെറ്റിക്കേണ്ടി വരില്ല. എന്തുകൊണ്ടും എന്നേക്കാൾ കൂടുതൽ അവൾ അർഹിക്കുന്നത് കിഷോർ തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പ്രീതു ഒരിക്കലും അറിയാനിടവരരുത്. അവൾ കിഷോറിന്റെ ഭാര്യയാവട്ടെ. എന്നിട്ട് അടുത്ത അവകാശികളായി അവരൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ. വിവാഹം കഴിഞ്ഞ് ദീപയും കൊണ്ട് ചണ്ഡീഗഡിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ നന്ദകുമാർ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ കൊടുത്ത വിവാഹ സമ്മാനത്തിന് പകരമായി നന്ദകുമാർ തിരിച്ച് എനിക്കൊരു സമ്മാനം തന്നു. അതിനി അങ്ങേക്കുള്ളതാണ്.
പ്രീതുവിന് കൊടുത്ത വാക്കനുസരിച്ച് നിന്നെ രക്ഷിക്കാനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എന്റെ മനസാക്ഷി എന്നെ സമ്മതിക്കുന്നില്ല. കാരണം പ്രവീണിന്റെ കൊലപാതകം എന്റെ അച്ഛന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചവനാ നീ. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ പ്രതിയെ രക്ഷപ്പെടുത്തിയിട്ട് നീ മിടുക്കനായിട്ട് അങ്ങ് പോവാന്ന് കരുതണ്ട. യു ആർ അണ്ടർ അറസ്റ്റ്. തമ്പുരാനെല്ലാം എന്നോട് പറഞ്ഞു. ഈ നന്മ എന്ന് പറയുന്നതേ നിന്റെ ഉള്ളിൽ മാത്രമല്ല,